മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടില് ഇഡിയുടെ റെയ്ഡ് നടക്കുന്നു. അതായത് തിരുവനന്തപുരത്തെ വാടക വീട്ടിലും പിന്നെ എറണാകുളത്തുള്ള ഓഫീസിലും റെയ്ഡ് നടക്കുന്നുണ്ട്. റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതില് നമുക്ക് രണ്ട് ആസ്പെക്റ്റിൽ കാണാം. ഒന്ന്, പൊളിറ്റിക്കലായിട്ട് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. പൊളിറ്റിക്കലായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇതൊരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ അനാലിസിസ് ആവും. അതായത് കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുമായും അതോടൊപ്പം തന്നെ അമിത്ഷാ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അവിടെ കേരളത്തിന്റെ പൊതുവിവരങ്ങളെല്ലാം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറയുന്ന ഈ രീതിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയാം. അപ്പൊ ഈ കൂടിക്കാഴ്ചയോട് അനുബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് അതിനുശേഷമാണ് ഇ.ഡി. റെയ്ഡ് എന്ന് പറയുന്നതിലേക്ക് പോകുന്നത്, സംശയിക്കേണ്ടി വരുന്നത്. തന്നെയുമല്ല, ഇനി കുറച്ചുകൂടെ ബാക്കിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അതായത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇവിടെ ഉണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറെ ഇവിടുത്തെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി മാറ്റുന്നു. ഒന്ന് അങ്ങനെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അതിന് തൊട്ട് മുൻപ്, തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ട് മുൻപ് 100-ലധികം സീറ്റുകൾ തനിക്ക് കിട്ടും എന്ന് വി.ഡി. സതീശന്റെ ഒരു വലിയ പ്രഖ്യാപനം വരുന്നു. 100-ലധികം സീറ്റുകൾ ഉറപ്പായും ലഭിച്ചിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വി.ഡി. സതീശൻ വെച്ചിരിക്കുന്ന ഒരു ബെറ്റ്, താൻ വനവാസത്തിന് പോകുമെന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ബെറ്റ്. അപ്പം ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരും. ഇപ്പൊ ഈ ഇ.ഡി. റെയ്ഡ് ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. ഒരു ഇ.ഡി. റെയ്ഡ് എന്ന് പറഞ്ഞ് ഇന്ന് നോട്ടീസ് ഇട്ട് നാളെ അന്വേഷണത്തിന് അല്ലെങ്കിൽ റെയ്ഡിന് പോകാൻ പറ്റില്ല. ഇത് കൃത്യമായി ആസൂത്രണം നടത്തിക്കൊണ്ട് അതിന് കൃത്യം രാവിലെ 6 മണിക്ക് ആയപ്പോൾ ഈ 12 ഇടങ്ങളിൽ, ബാംഗ്ലൂര്, കോഴിക്കോട്, കണ്ണൂര്, തിരുവനന്തപുരം, ഇത്രയും ഇടങ്ങളിൽ 12 ഇടത്ത് വളരെ ഷാർപ്പായിട്ട് റെയ്ഡ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇത് മുൻകൂട്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റെയ്ഡ് തന്നെയാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മാറിയ സമയത്ത് തന്നെ ഈ ഒരു അടി ഉണ്ടാവണം. അത് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇത് കഴിഞ്ഞു വരുന്നതെല്ലാം കോടതി അവധി ദിനങ്ങളാണ്. അപ്പം ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ 3-4 ദിവസം ഈ പറയുന്ന പിണറായി വിജയനെ ജയിലിൽ കിടത്താൻ കഴിയും, അല്ലെങ്കിൽ വീണ വിജയനെ ജയിലിൽ അകത്ത് കിടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമ്മൾ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങിയേക്കാം എന്നുള്ള രീതിയിലും പോരുന്നുണ്ട്. അപ്പം റെയ്ഡുകളെല്ലാം പൂർണ്ണമായി അവസാനിച്ചതിന് ശേഷം മാത്രമേ അതിന്റെ നടപടിക്രമങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇനി നമ്മൾ ഇതിനാണ് ഒരു പൊളിറ്റിക്കൽ വശം. അപ്പൊ ഇത് വെറുതെ ഒരു ബ്ലൈൻഡായിട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ ഒന്നും അല്ല. കൃത്യമായി ഇനി ഇവിടെ പൂട്ടേണ്ടതെന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, കുമ്മനം രാജശേഖരൻ ബാക്കി ഇവിടെ കിടന്ന് കളിച്ച് BJPയുടെ എല്ലാ നേതാക്കന്മാർ കിടന്ന് കളിച്ചിട്ടും, അല്ല രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങി കളിച്ചിട്ട് പോലും പിണറായി വിജയനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പൂട്ടാൻ കഴിഞ്ഞിട്ടേ ഇല്ല. ഇ.ഡി. ഇവിടെ വന്നു കഴിഞ്ഞ സമയത്ത് ഇ.ഡിക്കെതിരെ കേസ് പോയ ഒരു സർക്കാർ ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ്. സ്വർണ്ണക്കടത്ത് കേസ് എന്ന് പറയുന്ന വലിയ ഭീമാകാരമായ ഒരു കേസ് 2020 ഇവിടെ 2020-21 കാലഘട്ടങ്ങളിൽ ഇവിടെ ഒറിജിനേറ്റ് ചെയ്തു വന്നു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാവുന്ന പോലെ ഒരു സ്ത്രീ ഈ നാട് നീളെ നടന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുഖ്യമന്ത്രി ബിരിയാണി ചെമ്പിനകത്ത് കടത്തി, ഈ പറയുന്ന ഖുറാനകത്ത് സ്വർണം കടത്തി, ഡോളർ കടത്തി, അങ്ങനെ വേണ്ട പിന്നെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി. എന്നിരുന്നിട്ട് കൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ തൊടാൻ ഇവർക്കാർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ നടക്കുന്ന സംഭവം വളരെ ക്ലിയർ ആയിട്ട്, എന്നാൽ കൃത്യമായി ഇവരോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് വി.ഡി. സതീശനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് പിണറായി വിജയനെ പൂട്ടാൻ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, കൃത്യമായി സംഘപരിവാർ അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരേ ഒരു നേതാവ് വി.ഡി. സതീശനാണെന്ന് സെൻട്രൽ ഗവൺമെന്റിനും ബോധ്യപ്പെട്ടു. PM ശ്രീ പദ്ധതിയിൽ ഫണ്ട് SSK ഫണ്ട് ഇവിടെ അനുവദിക്കുന്നു എന്ന് പറയുന്നു. ഈ ഫണ്ട് അനുവദിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇടതുപക്ഷ സർക്കാരിനോട് എന്തായിരുന്നു അവർ പറഞ്ഞിരുന്നത്? ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം എന്താ പറഞ്ഞിരുന്നത്? ഇത് ഈ പറയുന്ന ഇതിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് സമ്മതം അറിയിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്ത് തരുള്ളൂ. ഇതാണ് അവര് നമ്മുടെ സംസ്ഥാനത്തോട് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്തവണ അങ്ങനെ വേണ്ട. ഇത്തവണ നിങ്ങൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ട, പക്ഷെ ഞങ്ങൾ ഫണ്ട് അലോട്ട് ചെയ്ത് തരാം. ഇതാണ് പിന്നെ ഇവർക്ക് കൊടുക്കുന്ന വി.ഡി. സതീശന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഇതെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച് നോക്കണം. കേൽക്കർ ഇവിടെ പിന്നെ ഇതായിട്ട് വരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് വരുന്നത് വെറുതെ അല്ല.
അത് ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് ഉപകാര സ്മരണ എന്ന് പറയുന്ന പോലെയാണ്. അപ്പം എവിടെയൊക്കെയോ ചില ഡീലുകൾ നടന്നിട്ടുണ്ട്. ഇടയ്ക്കെപ്പോഴോ ഞാനിങ്ങനെ ഇത് നോക്കുന്ന കൂട്ടത്തിലാണ് കെ സുരേന്ദ്രന്റെ ഒരു ഇത് കണ്ടത്. ഞങ്ങൾ അവരെ സഹായിച്ചു, ഞങ്ങൾ അവരെ ഈ അധികാരം കൊടുത്തു, നൽകി. ആര് കൊടുത്തു? ഇവിടെ BJP കൊടുത്തു. അപ്പം അവർക്ക് തന്നെ അറിയാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ UDF അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് BJP ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ള കാര്യം കൃത്യമായി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഇതിനെയാണ് ശരിക്കും ഡീൽ എന്ന് നമ്മൾ പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ടത്. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് ഇന്നത്തെ ദിവസം റെയ്ഡിൽ എത്തി നിൽക്കുമ്പോൾ കൃത്യമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ എല്ലാം എന്തൊക്കെയോ ചില ചുറ്റിക്കളികൾ നടന്നിട്ടുണ്ട്. ഇവിടെ UDFും BJPയും തമ്മിൽ ശക്തമായ ഒരു അടിയൊഴുക്കും ഡീൽ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കേണ്ടി വരുമെന്നേ. അല്ലാതെ പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്റെ 10 വർഷം നീണ്ടു നിന്ന അല്ലെങ്കിൽ 10 വർഷത്തെ മുഖ്യമന്ത്രി ജീവിതത്തിൽ നിന്നും മകൾക്ക് വേണ്ടിയിട്ടോ മരുമകന് വേണ്ടിയിട്ടോ ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അനധികൃതമായി എന്തെങ്കിലും തരത്തിലുള്ള വഴിവിട്ട നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം എന്നുള്ളതാണ് ഒരു കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയന് വേണ്ടി സിന്ദാബാദ് വിളിച്ചുകൊണ്ട് നടക്കുന്ന, പിണറായി വിജയനെ മുക്തകണ്ണം പ്രശംസിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ പറ്റം സഖാക്കന്മാർ ഉള്ള ഒരു വലിയൊരു പാർട്ടിയാണ് ഇടത് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി. അപ്പം അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത്രയും നാളും തങ്ങൾ വലിയ സ്നേഹത്തോടെ ബഹുമാനത്തോടെ കൂടെ നോക്കിക്കണ്ടിരുന്ന ഒരു നേതാവ് ഇത്ര കാലം തങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് വഞ്ചിക്കുകയായിരുന്നു എന്നൊരു സഖാവിന് തോന്നിയാൽ അവിടെ പാർട്ടി അവസാനിക്കുകയാണെന്നേ. ഇടത് CPM എന്ന് പറയുന്നൊരു പാർട്ടിയോടെ അവസാനിക്കുകയാണ്. അപ്പം അതുണ്ടാകാൻ പാടില്ല. കാര്യം പലപ്പോഴും പിണറായി വിജയൻ നിയമസഭയിൽ നിന്ന് പറഞ്ഞ് കൈ ഉയർത്തുക, ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പിണറായി വിജയൻ സഭയിൽ കൈ ഉയർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആണ് ജനം വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു നേതാവ് ഈ കൈ ഉയർത്തി കാണിച്ചിട്ട് ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കണം. അത് സത്യമാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നേതാവിൽ നിക്ഷിപ്തമാണ്. മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതും ഇതേ പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവ് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും പിന്നിൽ നിൽക്കുന്ന നിരവധിയായ നേതാക്കന്മാർക്കും അണികൾക്കും വേണ്ട പ്രചോദനം നൽകേണ്ട ഒരു നേതാവ് തന്നെയാണ് പിണറായി വിജയൻ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന EDയുടെ ഈ പരീക്ഷണത്തിൽ അഗ്നിപരീക്ഷയായിട്ട് തന്നെ കണ്ടിട്ട് ഇതിൽ പൂർണ്ണമായി തൃപ്തിയായി അല്ലെങ്കിൽ പൊതുജന മധ്യത്തിലേക്ക് അതിശക്തനായി പിണറായി വിജയൻ തിരിച്ചിറങ്ങുന്ന കാഴ്ചയൊന്ന് ആലോചിച്ച് നോക്കി. പിണറായി വിജയൻ ഇറങ്ങാന്ന് പറഞ്ഞാൽ പിന്നീട് ശക്തനായിട്ടാണ് പിണറായി വിജയൻ ഇറങ്ങുന്നത്. ഈ കൈകൾ ശുദ്ധമാണ് എന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്നൊരൊറ്റ ചോദ്യം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പിണറായി വിജയൻ ചോദിച്ചാൽ മതി. അതിനുള്ള വഴി വെട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു നേതാവിനെയാണ് ഇന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു നേതൃത്വം അങ്ങനെ ഇറങ്ങി എന്ന് ധൈര്യമായിട്ട് ഈ കൈകൾ ശുദ്ധമാണെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്നൊരൊറ്റ ചോദ്യം മതി കേരളത്തെ ഇളക്കി മറിക്കാൻ. ഇത്ര കാലം പിണറായി വിജയനെ മുർദാബാദ് വിളിച്ചവരും പിണറായിയെ പിന്നെ എന്തെല്ലാം പേരെടുത്ത് ഈ നാട്ടുകാർ വിളിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറാൻ ആ ഒരു തിരിച്ചൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. അതിനുള്ള ഒരു അവസരമായി കൂടി ഈ EDയുടെ അന്വേഷണം മാറട്ടെ എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകളോ രാഷ്ട്രീയ ഡീലുകളോ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാലം തെളിയിക്കപ്പെടേണ്ടതാണ്. അത് കേരളത്തിലെ പൊതുജനം അത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.